ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് ഞാൻ വരുന്നത് ഗോതമ്പ് പൊടിയും കുറച്ച് പാലും ചേർത്തിട്ട് ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നതാണ്. അതിന് പിന്നെ റവയും വേണം. കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് റവ എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടുന്ന സാധനം നെയ്യ് വേണം, പഞ്ചസാര വേണം, കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഡെലിക്കേറ്റ് കോക്കനട്ടില്ലേ, നമ്മൾ തന്നെ ആക്കുന്നതാണ്, കടയിൽ നിന്ന് വാങ്ങിയതല്ല. അതും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചു. ഇനി എങ്ങനെയാണ് ഇതാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാല് ചൂടാക്കിയിട്ട് തിളപ്പിച്ചിട്ട് അതിലാണ് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് ഗോതമ്പ് പൊടിയും റവയും കൂടി എടുത്തിടാം. അപ്പോൾ ഞാനിതാ കുറച്ച് ഗോതമ്പ് പൊടി ഇടുന്നുണ്ട് ബിസ്ക്കറ്റാക്കാൻ വേണ്ടിയിട്ട്. പാല് ഞാൻ ആ ഗ്ലാസ്സിനാണ് അളന്നെടുത്തിട്ടുള്ളത്. ഇപ്പം ഗോതമ്പ് പൊടി ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട്, ഒരു ലേശം റവി, ഒരുപാടൊന്നും ആക്കുന്നില്ല, കുറച്ച് മാത്രമേ ആക്കുന്നുള്ളൂ. അപ്പോൾ പാലെന്നിട്ട് കാച്ചി അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം, എന്നിട്ടാണ് ആക്കേണ്ടത്. ഗോതമ്പ് പൊടിയുടെ കൂടെ കുറച്ച് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യണം. കുറച്ച് നെയ്യ് ഒഴിച്ചു, ബാക്കി ഇനി ലാസ്റ്റ് ഒഴിക്കാം. അപ്പം മധുരം ബാലൻസ് ചെയ്യാൻ നമ്മൾ ഒരു നുള്ളു ഉപ്പ് എല്ലാത്തിനും ഇടുന്ന പോലെ ഒരു നുള്ളു ഉപ്പിടുക. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. നമ്മൾ നെയ്യിൽ ഇതെല്ലാം മിക്സാക്കി എടുക്കണം. ഇപ്പോൾ പാല് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കണം. ഇവിടെ പൊടിച്ച് വെച്ച ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടെ. ഇപ്പോൾ പാല് തിളക്കുന്നുണ്ട്, അതിലേക്ക് ഞാൻ മധുരം ഇട്ട് കൊടുക്കും. ബിസ്ക്കറ്റിന് ആവശ്യമുള്ള മധുരം എത്രയാണോ അത്ര ഇട്ട് കൊടുക്കാം നമുക്ക്. ഞാനിപ്പോൾ ഒരു 3.5 സ്പൂൺ ഇട്ട് വെച്ചിട്ടുണ്ട്. ഏകദേശം അത് മതിയാവുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് കോക്കനട്ട് ആക്കിയത് ഇവിടെയുണ്ട്, അതും കൂടി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യണം. ഇനി കുറച്ച് കറുത്ത എള്ള് ഇട്ട് കൊടുക്കണം, അതും ഇതിൽ മിക്സ് ആക്കണം. എല്ലാം കൂടി മിക്സ് ആക്കട്ടെ. അപ്പം ഞാനിതാ പാലൊഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കട്ടെ. പഞ്ചസാരയും പാലും കൂടി ചേർത്തിട്ടുള്ളതാണിത്. നമുക്കിത് കുഴച്ചെടുക്കാം. ചൂടാകുമ്പം കയ്യിനെ കൊണ്ട് കുഴക്കാൻ പറ്റൂലല്ലോ, അതാണ് ഞാൻ സ്പൂൺ എടുത്തത്. എന്നിട്ട് ആവശ്യത്തിന് നെയ്യും എടുക്കുക, കുറച്ചുകൂടി. അപ്പോൾ ഇത് പോരാ, പാല് കുറച്ച് കൂടിയുണ്ട്. ഞാൻ ആ ഒരു ഗ്ലാസ്സിനാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്നും കൂടി കുഴച്ചെടുക്കാം. ഇനി നോക്കിയിട്ട് ഒഴിക്കാം. കയ്യിനെ കൊണ്ട് തൊടാൻ പറ്റുന്ന പാകമാകുമ്പം അങ്ങനെ എടുത്തിട്ട് എല്ലാം കൂടി നല്ല ഇതായിട്ട് കുഴച്ചെടുക്കണം. ഇത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ കയ്യിനെ കൊണ്ട് തൊടാനുള്ള പാകത്തിനാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് കൈ കൊണ്ടൊന്ന് കുഴച്ച് നോക്കട്ടെ, പറ്റുന്നുണ്ടോയെന്ന്. കയ്യിനെ കൊണ്ട് കുഴക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കൈ കൊണ്ട് തന്നെ ഞാൻ നല്ല വൃത്തിയിലിത് കുഴച്ച് നല്ല അടിപൊളിയായിട്ട് എടുക്കാം. കുറച്ച് നെയ്യും കൂടി ചേർക്കട്ടെ. അപ്പോൾ ഇതാ കുറച്ചും കൂടി നെയ്യ് ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി നമുക്ക് കുഴച്ചെടുക്കാം. നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല മയം കിട്ടുമല്ലോ. കണ്ടല്ലോ. എന്നിട്ട് നമ്മളെ
ബിസ്ക്കറ്റ് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഷേപ്പിലാക്കി എടുത്തിട്ട് ഇപ്പം നല്ല മയത്തിൽ കിട്ടി കണ്ട. അപ്പോൾ ഞാൻ കുറേശ്ശെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഏത് തരത്തിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം. തീരെ കട്ടി കുറഞ്ഞും പോണ്ട, തീരെ കട്ടി കൂടിയും പോണ്ട, അങ്ങനെയാക്കിയിട്ട് നമുക്കിത് എടുക്കാം. ഇതേ ലെവലിലാക്കിയിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. ഇതേപോലെ ഞാൻ എല്ലാം എടുത്തിട്ടായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്ത് കോരി എടുക്കണം. അപ്പോൾ വേഗം നോക്കട്ടെ. അപ്പോൾ ഞാനിതാ ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിനെ വറുത്ത് കോരി എടുക്കാം നമ്മളെ ബിസ്ക്കറ്റിനെ. ഇത് എണ്ണയിൽ വറുത്ത് കോരി എടുക്കുന്ന സൈസ് ബിസ്ക്കറ്റാണ്. ഇപ്പോൾ വെളിച്ചെണ്ണ കാഞ്ഞിട്ടുണ്ട്, ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ ഞാൻ 3 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ തീ കുറച്ച് വെച്ചിട്ട് വേണം ആക്കാൻ. അപ്പോൾ ഇതാ ഗൈസ് ഒരു ട്രിപ്പായിട്ടുണ്ട് കണ്ട. ഇതേ കളറ് വന്നിട്ടാകുമ്പോൾ നമുക്ക് വാങ്ങിയെടുക്കാം. അപ്പോൾ ഞാനെല്ലാം ഇതേപോലെ ചുട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അടുത്തത് വിടട്ടെ. അപ്പോൾ ഇതാ ഗൈസ് ഗോതമ്പ് പൊടിയും പാലും ചേർത്ത് ഉണ്ടാക്കിയ ബിസ്ക്കറ്റ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയാന്ന് കണ്ടല്ലോ. ചൂടാന്നുകൊണ്ട് തൊടാൻ പറ്റില്ല, എനിക്ക് ഭയങ്കര ചൂടാണ്. നല്ല കറമുറുള്ളത് തന്നെ. ഭയങ്കര ചൂട്, തൊടാൻ പറ്റുന്നില്ല. ഇല്ലെങ്കിൽ ഞാനിത് മുറിച്ചിട്ട് കാണിച്ചു തരുവേന്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. സബ്ബല്ലാത്തവരെല്ലാം സബ്ബാക്കണം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ലൈക്ക് തരണം, കമൻ്റ് ഇടണം, ഹൈപ്പടിക്കണം. എല്ലാം ചെയ്തിട്ട് മുന്നോട്ട് പോകാം നമുക്ക്. അപ്പോൾ ഓക്കെ, വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം നിങ്ങളുടെ മുന്നിലേക്ക്. ഓക്കെ, ബൈ.